നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകളും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തുടങ്ങി ഒരു വർഷമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് വളരെ കുറവാണ് എന്ന് പല ആളുകളും പറയാറുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് വളരെ കുറവാണ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. നമ്മൾ ഓരോ ആപ്പുകൾ ഇതുപോലെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ലാഗായിരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ, സ്പീഡായിട്ട് വർക്ക് ചെയ്യില്ല. ചില ആപ്പുകളെ ക്ലിക്ക് ചെയ്താൽ ഒരുപാട് സമയമെടുക്കും ഇത് ലോഡായിട്ട് വരാൻ. അപ്പോൾ നമ്മുടെ ഫോണിനകത്തുള്ള സ്മൂത്ത് വർക്കിങ്ങിന് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെറ്റിങ്സ് ഉണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് മാറ്റം വരുത്തി നോക്കുക. നിങ്ങളുടെ ഫോണ് പറക്കുന്നത് കാണാൻ സാധിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഏതൊക്കെയാണ് സെറ്റിങ്സ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് എബൌട്ട് ഡിവൈസ് എന്നൊരു ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം നിങ്ങളുടെയൊക്കെ മൊബൈൽ ഫോൺ ഓരോ വ്യത്യസ്തമായിരിക്കും. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണാണ്. റെഡ്മി മൊബൈൽ ഫോണുകളിൽ എബൌട്ട് ഡിവൈസ് എന്നുള്ള ഈ ഭാഗത്ത് വരുമ്പം MIUI വേർഷൻ എന്ന് ഉള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ചില മൊബൈൽ ഫോണിൽ കേണൽ വേർഷൻ, പഴയ മൊബൈൽ ഫോണിലൊക്കെ കേണൽ വേർഷൻ ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഇവിടെ കാണാം വേർഷൻ എന്ന് മാത്രമാണ് കാണിക്കുന്നത്. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഏറ്റവും മുകളിൽ വേർഷൻ നമ്പർ എന്നൊരു ഓപ്ഷൻ കാണും. ഇതിനകത്ത് 7 തവണ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങളുടെ ഫോണിൻ്റെ ഒരു ലോക്ക് ചോദിക്കും. ആ ലോക്ക് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ കാണാൻ താഴെ ഭാഗത്ത് യു ആർ നൗ ഡെവലപ്പർ എനേബിൾ എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളത് 7 തവണ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ കേണൽ വേർഷൻ ആണെങ്കിലും MIUI വേർഷൻ ആണെങ്കിലും ഞാൻ ഉപയോഗിക്കുന്ന ഈ ഓപ്പോ മൊബൈൽ ഫോണിൽ വേർഷൻ എന്ന് മാത്രമാണ് കാണുന്നതെങ്കിൽ അതാണെങ്കിലും 7 തവണ നമ്മളിങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 7 8 തവണ നിങ്ങൾ പ്രസ് ചെയ്യുക. 7 തവണ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ ലോക്ക് ചോദിക്കും, സ്ക്രീൻ ലോക്ക്, അത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആകും. ഇങ്ങനെ എനേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെ ഭാഗത്ത് സെറ്റിങ്സിൽ അഡീഷണൽ സെറ്റിങ്സ് ഓപ്ഷൻ കാണും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ളത് കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കാണുന്നില്ലെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ഏറ്റവും മുകളിൽ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സെറ്റിങ്സിലേക്ക് ഇവിടെ എത്താൻ സാധിക്കും. നേരത്തെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാകില്ല. നിങ്ങളുടെ ഫോണിനകത്ത് തന്നെ സെറ്റിങ്സിൽ ഇതുപോലെ ഡെവലപ്പർ എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ ഇത് കിട്ടും. നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷനിൽ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലോഗർ ബഫർ സൈസ് എന്നുള്ളത്. ഇനി നിങ്ങളുടെ ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞിട്ട് കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിൽ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. അവിടെ ഇതുപോലെ ലോഗർ എന്ന് ഞാനിപ്പോൾ സെർച്ച് ചെയ്ത പോലെ നിങ്ങൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നേരത്തെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഡെവലപ്പർ ഓപ്ഷനിൽ ആ സെറ്റിങ്സിലേക്ക് എത്താൻ സാധിക്കും. ഇവിടെ കാണാൻ ലോഗർ ബഫർ സൈസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനകത്ത് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരുപാട് നമ്പർ കീകൾ കാണും. ഇവിടെ ഇപ്പോൾ ഉള്ളത് 256K എന്നുള്ളിടത്താണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെടുത്ത് നേരെ നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും താഴെ കാണുന്ന 8M എന്ന് കാണുന്ന ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ബാക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഒരു സെറ്റിങ്സ് കൂടി നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം. സിസ്റ്റം എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിസ്റ്റം എന്നിതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സിസ്റ്റം ട്രാഷ് എന്നുള്ള ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം, ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ കാണാം സിസ്റ്റം ട്രേസിംഗ് എന്നുള്ളത് ഓപ്ഷൻ. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ കാണാൻ നിങ്ങൾക്ക് താഴെ ഭാഗത്തേക്ക് വന്നാൽ ഒരു ബട്ടൺ മാത്രം എനേബിൾ ആയത് ട്രേസ് ഡീബഗബിൾ ആപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ഓൺ ആയിരിക്കും. ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫോണൊന്ന് സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുക. സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിപ്പോൾ നേരത്തെ ഉപയോഗിച്ച് ആ ഒരു ആപ്പുകളും ഫോണുകളിലെ ഫീച്ചറുകളും സെറ്റിങ്സുകളൊക്കെ വളരെ സ്മൂത്തായിട്ടും വളരെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.